അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എന്ത് പറയും? ഈ കണക്കുകളൊക്കെ എവിടെ ഉൾക്കൊള്ളിക്കും ഇവർ? അല്ല, അതല്ല, ഇതിന്റെ ഒരു വിഷയം എന്തറിയോ? ഈ ഹൈക്കോടതിയുടെ മുമ്പാകെ കണക്ക് അവതരിപ്പിക്കേണ്ട സാഹചര്യം വരുന്നത് അവിടെ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ കാര്യങ്ങൾ നടക്കരുത് എന്നുള്ള ഉത്തരവ് 2023 ഉത്തരവിന് ശേഷമാണ്. അതിനു മുമ്പ് ദൈനംദിന കാര്യങ്ങൾ അവിടെ അറിയിക്കാതില്ലായിരുന്നു. ആ ഒരു സൗജന്യം അല്ലെങ്കിൽ ആനുകൂല്യം മുതലെടുത്തിട്ടാണ് 2019 ഈ സ്വർണ്ണ ഉരുപ്പിടി നന്നാക്കാൻ കൊടുത്തത്. ഇനി ഞാൻ പോട്ടെ, ഇപ്പൊ പറഞ്ഞു ഊരാളുങ്കലിന് ടെൻഡർ വേണ്ട ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ടെൻഡർ വേണ്ടെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു. ശബരിമല പോലുള്ളൊരു പൊതുക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു റിപ്പയർ വർക്കാണ്, ഒരു മരാമത്ത് പണിയാണ് സ്വർണ്ണ പാളികൾ വീണ്ടും അത് സ്വർണം മുക്കുക അല്ലെങ്കിൽ സ്വർണം എന്താ പറയാ അതിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കട്ടിലപ്പാളികളും അതിനെന്താ ടെൻഡർ കൊടുത്തില്ല? അത് സത്യത്തിൽ ജ്വല്ലറി ഇൻഡസ്ട്രി നടത്തുന്ന ആളുകൾ എടുത്ത് ടെൻഡർ വാങ്ങേണ്ടിയിരുന്നു. ഇവിടെ PWDയുടെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഒക്കെ കോൺട്രാക്ടർമാരുണ്ട്. ഒരു കലുങ്കിന്റെ കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് വേണം, നിങ്ങൾ ഒരു അംഗീകൃത കോൺട്രാക്ടർ ആയിരിക്കണം. അപ്പോ ശബരിമലയിൽ ഇത്രയും വലിയ ഇത് ഒരു ഉരുപ്പിടിയുടെ റിപ്പയർ നടക്കുന്ന സമയത്ത് അതിന് ടെൻഡർ വിളിച്ചിരുന്നു. അപ്പൊ ടെൻഡറും ശബരിമലയും തമ്മിൽ ബന്ധമില്ല. ശബരിമലയിൽ ഒന്നിനും ടെൻഡർ കൊടുക്കാറില്ല. കേരളത്തിൽ ഇതൊരു ശബരിമല എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ എന്താ പറയാ ഒരു വെള്ളാനയാണ്. അവിടുന്ന് മാക്സിമം പൈസ ഊറ്റിയെടുക്കുക. കാരണം ശബരിമല ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വർഷവും കേരളത്തിന് ശബരിമല തീർത്ഥാടനം നൽകുന്ന വരുമാനം എത്രയാണെന്ന് ഇവർ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു, തെലുങ്കാനയിൽ നിന്ന് വരുന്നു. അവർ ഇവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ, അവരൊരു ജ്യൂസ് വാങ്ങി കുടിച്ചാൽ, അവർ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചാൽ ഇവിടെ കിട്ടുന്ന വരുമാനം, ഇങ്ങനെ കേരള സർക്കാരിനെ സമ്പന്നമാക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അതിന് ആ ഒരു ഗൗരവത്തെ ഈശ്വരവിശ്വാസവും ഇല്ല, പോട്ടെ, സാരമില്ല. എന്നാലും നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമുണ്ടാക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, നന്ദി, മലയാളത്തിൽ പറഞ്ഞ നന്ദി വേണം. നന്ദി, അയ്യപ്പനോട് നന്ദി വേണം. കേരളത്തിന് ഇത്രയും വലിയ വരുമാനം ഈ സർക്കാരിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലും ഇല്ലാതെ അവിടത്തെ പണം കക്ക, അവിടുത്തെ സ്വർണം കക്ക, അവിടുത്തെ പൈസയും മറ്റും എടുത്ത് ദൂർത്ത് അടിക്കുക, എന്നിട്ട് അതിന് ന്യായം പറയുക. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടാണോ? അങ്ങനെ തീരുമാനിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ടെൻഡർ വേണ്ടെന്ന്. ഇപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ എന്താ പറയാ ക്രിമിനൽ, എന്താ പറയാ ക്രിമിനൽ ചെമ്പൽ കൊള്ളക്കാരെ നാണിപ്പിക്കുന്ന എന്താ പറയാ ക്രിമിനൽ കുറ്റങ്ങളാണ്, കൊള്ളയാണ്. ചെമ്പൽ കൊള്ളക്കാരെ നാണിപ്പിക്കുന്ന കൊള്ളയാണ്. കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയാതിരുന്നത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സർക്കാർ ഖജനാവിൽ നിന്നാണ് 8 കോടിയോളം രൂപ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ആളില്ലാ സംഗമം ധൂർത്ത് നടത്തിയത്. ഇതിനുള്ള കണക്ക് ഹൈക്കോടതിക്ക് മുമ്പാകെ, ജനങ്ങൾക്ക് മുമ്പാകെ ഈ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും പറയേണ്ടി വരും.